ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡാമുകളാണ്. ഡാമുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ബക്രാനങ്കൽ ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ബക്രാനങ്കൽ ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം എന്ന് പറയുന്നത് സർദാർ സരോവർ ഡാമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ബക്രാനങ്കലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ മാറും സർദാർ സരോവർ ഡാം ആണ്. സർദാർ സരോവർ ഡാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം എന്ന് പറയുന്നത് തെഹരി ഡാം ആണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുന്നത് ഹീരാക്കുണ്ടാണ്. അപ്പോൾ ഉയരം കൂടിയ ഡാമും നീളം കൂടിയ ഡാമും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം എന്ന് പറയുമ്പോൾ ഉയരം അല്ലെ തെഹരി ഡാം ആണ്. നമ്മൾ ഉയരത്തിലേക്ക് പോകുന്ന ഒരു തെറിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പാറി ഉയരത്തിലേക്ക് പോകുന്നില്ല രീതിയിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക, ചുമ്മാ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഉയരം കൂടിയ ഡാം എന്ന് പറയുന്ന സമയത്ത് തെഹരി ഡാം ആണ് വരുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുന്നത് ഹീരാക്കുണ്ടാണ്. നീളം കൂടിയ ഡാം എന്ന് പറയുന്നത് ഹീരാക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാം എന്ന് പറയുന്നത് കല്ലണയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാം എന്ന് പറയുന്നത് കല്ലണയാണ്. കല്ലണ, കാവേരി നദിയിൽ കല്ലണ. ഈ കല്ലണ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കല്യാണിയുമായിട്ട് കണക്കാക്കിക്കൂടെ? ഈ കല്യാണി എന്നൊക്കെ പറയുമ്പോൾ ഒരു പഴയ ഒരു പേരാണല്ലോ. അപ്പൊ ഏറ്റവും പഴയ ഡാം എന്ന് പറയുന്നത് കല്യാണി എന്നുള്ളൊരു പേരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കല്ലണ എന്ന് കിട്ടും നമുക്ക്, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാം എന്ന് പറയുന്നത് കല്ലണ ഡാം. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാമാണ്. എവിടെയാണ്? കൃഷ്ണ നദിയിലാണ് കേട്ടോ. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? നാഗാർജുന സാഗർ ഡാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം ഒരു നാഗത്തിനാണെന്ന് വിചാരിച്ചാൽ മതി. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഡാം അല്ലെ, ഏറ്റവും നീളം കൂടിയത് ഒരു നാഗമാണ്. നാഗാർജുന സാഗർ ഡാം, അങ്ങനെയൊന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യ മൊത്തത്തിൽ, ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുകയാണെങ്കിൽ ബക്രാനങ്കൽ ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഡാം എന്താവും? അവിടെ സർദാർ സരോവർ ആയിരിക്കും അല്ലെ. സർദാർ സരോവർ ഡാം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹരി ഡാം ആണ് അല്ലെ. തെറിയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് പോകുന്നില്ല രീതിയിൽ, പാറി ഉയരത്തിലേക്ക് പോകുന്നില്ല രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. ഉയരം കൂടിയ ഡാമാണ് തെഹരി ഡാം. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുന്നത് ഹീരാക്കുണ്ടാണ്. നീളം കൂടിയത് ഹീരാക്കുണ്ട്. ഓക്കെ, ഹിര എന്ന് പറഞ്ഞാൽ മാനാണ്. ഓക്കെ, അപ്പൊ മാനാവുമ്പോൾ മാനിന് ഭയങ്കര നീളാണെന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നീളം കൂടിയ മാൻ എന്നുള്ള രീതിയിൽ നീളം കൂടിയ ഇത് ഹിരാക്കുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നീളം കൂടിയ ഡാമാണ് ഹിരാക്കുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാം എന്ന് പറയുന്നത് കല്ലണ അല്ലെ. കല്യാണി എന്നുള്ള പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കല്ലണ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാം. എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്ന് പറയുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് പറയുന്നത് ബാണാസുര സാഗർ ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം പറയുന്നത് ബാണാസുര സാഗർ ഡാം. അപ്പൊ എർത്ത് ഡാം എന്നൊക്കെ പറയുമ്പോൾ എർത്ത് ഭൂമിയല്ലേ. അപ്പൊ ഭൂമിയിൽ നിന്നാണ് ബാണാസുര യുദ്ധം ഉണ്ടായതെന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. ഭൂമിയിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ള രീതിയിൽ അപ്പൊ നമുക്ക് ബാണാസുര ായിട്ട് കണക്ട് ചെയ്യാലോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് കേൾക്കുമ്പോൾ എർത്ത് എന്നാണ് ബാണാസുര ഒരു യുദ്ധമൊക്കെ ഉണ്ടായതെന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക. ബാണാസുര സാഗർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി എന്ന് പറയുന്നത് ദാമോദർ വാലി പദ്ധതി. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗാളിയായിട്ടുള്ള ദാമോദരനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡ് വെച്ചിട്ട്. അപ്പൊ അദ്ദേഹം ഒരുപാട് വിവിധ ജോലികൾ ചെയ്യും. ബംഗാളികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു കണക്ഷൻ, ആ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് പോയി കേൾക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി എന്ന് പറയുന്നത് ദാമോദർ വാലി പദ്ധതിയാണ്. ദാമോദർ നദി. ഓക്കെ,
നെക്സ്റ്റ് കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാമാണ്. ഓക്കെ, നാഗാർജുന നാഗം നോക്കി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാഗങ്ങളൊക്കെ പാമ്പുകളൊക്കെ ഉണ്ടാകുന്നത് കല്ലിന്റെ അടുക്കൊക്കെയാണെന്നുള്ള രീതിയിൽ ഒന്ന് വിചാരിക്കുക. അങ്ങനെയല്ലേ ഉണ്ടാവുക? അപ്പൊ കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാമാണ്. നാഗാർജുന സാഗർ ഡാമാണ് കല്ലിന്റെ അടുക്കാണ് പാമ്പ് ഉണ്ടാവുക, നാഗം ഉണ്ടാവുക. അപ്പൊ കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാമാണ്, കൃഷ്ണ നദിയിൽ. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്ന് പറയുന്നത് ഇടുക്കിയാണ്. നമ്മുടെ ഇടുക്കിയിലാണ്, പെരിയാർ നദിയിൽ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് പറയുന്നത് എർത്ത് അല്ലെ, ഭൂമി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാണാസുര പറഞ്ഞിട്ടുണ്ട് അല്ലെ, ബാണാസുര സാഗർ കബനി നദിയിൽ, വയനാട്ടിലാണ് കേട്ടോ വരുന്നത്, വയനാട്ടിലാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി എന്ന് പറയുമ്പോൾ വിവിധ പണിയെടുക്കുന്ന ബംഗാളിയായിട്ടുള്ള ദാമോദറിനെ ഓർമ്മിക്കുക. ദാമോദർ വാലി പദ്ധതി. നെക്സ്റ്റ്, കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുമ്പോൾ കല്ലിന്റെ അടുക്കൊക്കെ ഉള്ള ആളാണ് നാഗം അല്ലെ, നാഗാർജുന സാഗർ ഡാം, കൃഷ്ണ നദി. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചെറിയൊരു ക്ലാസ് ആണ്. ഞാൻ ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ബക്രാംനഗർ ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം എന്ന് പറയുന്നത് സർദാർ സരോവർ ഡാം ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് തെറി വിളിക്കുമ്പോൾ അല്ലെ തെഹരി ഡാം ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയത് മാൻ അല്ലെ, ഹിരാക്കുട്ട്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നത് കല്യാണിയാണ്. കല്യാണി എന്നുള്ള പേര് പറഞ്ഞിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം എന്ന് പറയുന്നത്, നീളം കൂടിയ പാമ്പ് അല്ലെ, നാഗാർജുന സാഗർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കിയാണ്, പെരിയാറില്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ബാണാസുര സാഗർ ഡാം. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീജല പദ്ധതി എന്ന് പറയുന്നത് വിവിധ പണി ചെയ്യുന്ന ദാമോദരനായിട്ടുള്ള ബംഗാളി അല്ലെ, ദാമോദർ വാലി പദ്ധതി, ദാമോദർ നദിയിലും. കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് നാഗാർജുന സാഗർ ഡാമാണ് അല്ലെ. കല്ലുകൾക്കിടയിലാണ് പാമ്പ് ഉണ്ടാവുക എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കുക, കാരണം ചോദിക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയില്ലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.